അപ്പൊ ഇങ്ങനെയുണ്ടായിരുന്ന ടേബിളിനെ ഇങ്ങനെയാക്കിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോണത്. അപ്പൊ ഞാൻ കുറേ കാലമായി ടേബിൾ മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്തോ ഒരു മടി. കാരണം ഞാൻ ഹോസ്റ്റലിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എനിക്ക് ടേബിൾ എന്ന് പറയാൻ പറ്റില്ല. ഒരു 3 തട്ടുള്ളൊരു സാധനം. ഞാൻ പഠിക്കുന്നതൊന്നും ഇതിനകത്തല്ല. കാരണം ഇത്തിരി സ്പേസേ ഉള്ളൂ. നമുക്ക് ബുക്കൊന്നും ഫുൾ വയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ല. പക്ഷെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇവിടുന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെന്ത് മേക്ക് ഓവർ ചെയ്യുമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്തി നമുക്കൊരു വീഡിയോ ആക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ വലിച്ചേറിയിട്ടിരിക്കുന്ന സാധനങ്ങളും പെറുക്കി മാറ്റുകയാണ്. കുറച്ച് ബുക്സും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലുണ്ടായിരുന്നു. ഇതൊക്കെ കുറേ ഞാൻ ആദ്യം എടുത്ത് മാറ്റിയതാണ്. ഇതാണ് എൻ്റെ ഒറിജിനൽ ടേബിൾ. ഈ കളറാണ്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വൈറ്റ് ക്ലോത്ത് വിരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടല്ലോ. ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? അതൊരു പെയിൻറ് വേറെ കളറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിൽ വാൾപേപ്പർ പോലെ ഒട്ടിച്ചിരിക്കുകയാണ് വൈറ്റ് കളറ്. നമുക്ക് വീഡിയോ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചതാണ്. നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് അറേഞ്ച് ചെയ്യാണ്. വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നിങ്ങൾ കണ്ട എപ്പോഴും കാണുന്ന സെയിം സാധനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാറ്റി വെച്ചാണ്. ഇതാണ് എൻ്റെ ടേബിൾ ആകെയുള്ള ഓർഗനൈസർ. ഞാൻ കുറേ ഓർഗനൈസർ ഉണ്ടാക്കാത്ത എന്താ വെച്ചാൽ നിങ്ങൾ ഈ കണ്ടില്ലേ ഇത്ര ചെറിയ ടേബിളാണ്. ഇതിൻ്റെ മേലെ ഇതൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലമുള്ളൂ. ഈ ഓർഗനൈസറിൻ്റെ താഴെ ഞാൻ അത്യാവശ്യം വരുന്ന നമ്മൾ പശ അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് ഗംസ് ഉണ്ട്. അതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ താഴെയാകുമ്പോൾ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ വെക്കാമല്ലോ. മേലെ വെയിറ്റുള്ള സാധനമൊക്കെ വെച്ച് ചിലപ്പോൾ പറഞ്ഞു പോയാലോ. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇനി നമുക്ക് ഈ വോളൊന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി ഏത് ലേഔട്ടിൽ വെക്കും എന്നൊക്കെ നോക്കി അവസാനം ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹാങ്ങിങ് ഷെൽഫ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ആ കണ്ട പോലത്തെ ഒരു ബോർഡ് എടുക്കണം. ഞാനതൊരു ജസ്റ്റ് ഒരു പാറ്റേൺ പേപ്പറിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒട്ടിക്കാം. ഞാൻ ജസ്റ്റ് സെല്ലോ ടേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല സെല്ലോ ടേപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം ഇരിക്കുമെന്ന് തോന്നി. ഇനി എന്താ വെച്ചാൽ നമ്മളിതൊന്ന് കെട്ടി കൊടുക്കണം മേലെ. ഇങ്ങനെയാണ്. അത്ര സിമ്പിളായ പരിപാടിയാണ്. വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കെട്ടുക. അപ്പോൾ ഞാനൊരു ബോ ഷേപ്പിൽ കെട്ടാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അങ്ങനെ കെട്ടാൻ ഇത് തികയുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ സെപ്പറേറ്റ് ഒരു ബോ അങ്ങ് ഉണ്ടാക്കി. ഇനി നമ്മളിതിനെ ഹാങ് ചെയ്തിട്ട് ബോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലും കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാം. ഒരു കാറും ഈ കുഞ്ഞി ഡെസ്ക് ഡെക്കോറും കൂടെ ഞാൻ അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം മൊത്തത്തിൽ നമ്മുടെ ഡെസ്ക് ഉള്ളത്. ഇനി നമുക്കതിനകത്ത് കുറച്ച് പരിപാടീസും കൂടെ ബാക്കിയുണ്ട്. ഞാനന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എനിക്കൊരു ലൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടി ഇതിൻ്റെ മേലെ വെക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സ് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഈ ആൽക്കഹോൾ മാർക്കേഴ്സാണ്. ഇത് 24 പീസിൻ്റെയാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 200 സംതിങ് പ്ലസ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോംസിൻ്റെ കളർ പെൻസിൽസ്. ഇത് നമുക്കിവിടെ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഓൺലൈനിൽ പോകണമെന്നൊന്നുമില്ല. പിന്നെ ഉള്ളത് ഫാബ്രിക് പെയിൻ്റാണ്. പിന്നെ ഉള്ളത് വാട്ടർ കളേഴ്സാണ്. ഇത് ഞാൻ ചേച്ചിയുടെ അടിച്ച് മാറ്റിയതാണ് കേട്ടോ. പിന്നെയുള്ള ഓയിൽ പേസ്റ്റ്. ഇത് ഞാൻ ഇപ്പം അധികം ഉപയോഗിക്കാറില്ല. പണ്ട് കുറേ യൂസ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ലൈറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കാര്യമായിട്ടൊന്നുമില്ല. ഞാനിതിങ്ങനെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് എങ്ങനെ ഒട്ടിക്കണമെന്ന് ആക്ച്വലി ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന്. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ബോർഡറിൽ റൗണ്ട് ചെയ്ത് കൊടുത്തു. അതാകുമ്പോൾ നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ആ പോസ്റ്റേഴ്സ് നല്ല വൃത്തിക്ക് കാണുന്ന രീതിയിൽ കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ലൈറ്റ് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കാം. ഇപ്പോൾ രസമുണ്ടല്ലേ. ഇത് നിങ്ങൾ കാണുന്നത് പകലാണ് കേട്ടോ, വിത്ത് ലൈറ്റ്സ് ഓൺ. ഇപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇതിലും ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി ഡെസ്ക് മേക്ക് ഓവർ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.